ഇതിപ്പോ വെറുതെ ഒരു അത്തറ് മണത്തതാ, പക്ഷെ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. നൊസ്റ്റാൾജിയ തലയ്ക്ക് പിടിച്ചതാവും. കാലങ്ങൾക്ക് പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ചില മണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ സ്കൂൾ വരാന്തയിലാണ്. എൻ്റെ ലൈഫിലെ വലിയൊരു സമ്പാദ്യമാണ് ഈ ബാഗ്. തുറന്നാൽ കാണാം പണ്ടത്തെ സ്കൂൾ ID കാർഡ്, കോളേജിലെ ആ ബസ് പാസ്, 10ാം ക്ലാസ്സിലെയും +2ലെയൊക്കെ ഓട്ടോഗ്രാഫ്സ്, ലക്ഷ്മി തിയേറ്ററിലെ സീനിയർ സിനിമയുടെ പോസ്റ്റർ, 17ാം വയസ്സിൽ ഗ്രാൻഡായി ആഘോഷിച്ച ബർത്ത്ഡേയുടെ ബാക്കി വെച്ച മെഴുകുതിരികൾ, ഊട്ടിയിൽ പോയപ്പോൾ വാങ്ങിയ ചായപ്പൊടിയുടെ കവർ വരെ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മെയിൻ പരിപാടി ഈ കിട്ടുന്ന കാർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. 5ാം ക്ലാസ് മുതലുള്ള കളക്ഷൻ ഉണ്ട്. അച്ഛൻ അയച്ച ആദ്യത്തെ ബർത്ത്ഡേ കാർഡ്, നഴ്സറി തൊട്ട് കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാ ബർത്ത്ഡേക്കും പോസ്റ്റിൽ വരെ അയച്ചിട്ടുള്ള കാർഡുകൾ ഇതിലുണ്ട്. പിന്നെ പണ്ടത്തെ ചില കൈവിട്ടുപോയ പ്രണയങ്ങളുടെ കാർഡുകൾ ഇതിലുണ്ട്. നമുക്ക് വേണ്ടി മാതൃഭൂമിയുടെ ഓഫീസിൽ വരെ പോയി ഫോട്ടോ ഒപ്പിച്ചുണ്ടാക്കിയ റെക്കോർഡ് ബ്രേക്കിംഗ് എഫേർട്ട്. ആളുകളൊന്നും ലൈഫിലില്ലെങ്കിലും ഇപ്പോഴും തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് നോക്കുമ്പോൾ ഇതിലൊന്നും വലിയ വില കൂടിയ ഗിഫ്റ്റുകളില്ലായിരിക്കാം. ചിലത് വെറും കുഞ്ഞു കാർഡുകളാണ്. പക്ഷെ അതിലവർ സ്വന്തം കൈപ്പടയിൽ എഴുതാനെടുത്തൊരു സമയമുണ്ടല്ലോ, ആ ഒരു എഫേർട്ട്, നമ്മൾ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ മനസ്സിനാണ് ഞാൻ വിലയിടുന്നത്. ഞാൻ ഒരുപാട് മാറി, പക്വത വന്നു എന്നൊക്കെ കരുതുമ്പോഴും ഈ പെട്ടി തുറക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു പഴയ സ്കൂൾ കുട്ടിയാണ്. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ ഓർത്ത് ചിരിക്കാനും പകുതി കരയാനും തോന്നുന്ന ചില ഓർമ്മകൾ?